നിന്റെ മേൽ ആരാണോ സിഹർ ചെയ്തത് അവനിലേക്ക് തന്നെ അത് തിരിച്ചടിക്കാൻ ഈ അമൽ ചെയ്താൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം നിനക്കുണ്ടാകും. നീ എവിടെയും ഈ ഒരു കവചം തീർക്കാൻ നീ പോകേണ്ട ആവശ്യമില്ല. നിനക്ക് തന്നെ വീട്ടിലിരുന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ അമലിനെ ചെയ്യാം. സിഹർ അവനിലേക്ക് തന്നെ തിരിച്ചടിച്ച് അതുമൂലം അവന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അമൽ. ഇത് മുജറബാണ്. ധാരാളം ആളുകൾ ചെയ്ത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ച അമലാണ്. ഒന്ന് ചെയ്ത് നോക്ക്, നിനക്കും റിസൾട്ട് ലഭിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ വേവലാതി പറഞ്ഞ സങ്കടം പറഞ്ഞ ഒരു വിഷയമാണ്. സിഹറിന്റെ കണിവലയിൽ ധാരാളം വർഷങ്ങളായി തങ്ങളെ നീക്കിയിട്ടും ഇത് നീങ്ങുന്നില്ല. വലിയ പ്രയാസത്തിലും വലിയ വിഷമത്തിലുമാണ്. ഞങ്ങൾക്ക് വേണ്ടി സിഹർ ചെയ്തവർ അവരിലേക്ക് തന്നെ അത് തിരിച്ചു മടങ്ങാൻ ഞങ്ങൾ ഏത് അമലാണ് ചെയ്യേണ്ടത്? അവരെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനല്ല, ഞങ്ങളെ സിഹർ ബാത്തിലാവണം. ആരാണോ ഞങ്ങളുടെ ശത്രു അവരത് തിരിച്ചറിയണം. കാരണം കുറേ കാലമായല്ലോ ഞങ്ങളങ്ങനെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്നത്. അവരൊന്ന് തിരിച്ചറിയേണ്ടത് ഞങ്ങളെ. അവരെ ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവരൊന്ന് നിർത്തിക്കിട്ടണം. അത് വലിയ ആഗ്രഹമുണ്ട്. അവരെ ഉപദ്രവിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എത്ര വർഷമായി ഞങ്ങൾക്ക് വ്യക്തിയെ പകൽ വെളിച്ചത്തിൽ ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു ഉപദ്രവത്തിൽ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് ചെയ്യുന്ന ഇത്തരം സിഹർ, ഇത്തരം കൂടോത്രങ്ങൾ അവരൊന്ന് നിർത്തിക്കിട്ടണം. അതിന് ഞങ്ങൾ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്? എത്രയോ ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സങ്കടം പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നതും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഈ അമലൊന്ന് കിട്ടിയാൽ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ചിന്തയുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ അമല് പറയുന്നത്. കുറേ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, അതൊന്ന് വിശദീകരിച്ച് പരിപൂർണമായിട്ടുള്ള രീതിയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ധാരാളം ആളുകൾ കേൾക്കാത്തവരുണ്ടാകും, ഈ വിഷയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവരിത് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. സിഹർ എന്നുള്ളത് സത്യമാണ്. അൽ സിഹ്റു ഹഖ്കുൻ അൽ ഐനു ഹഖ്കുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസുകളെ കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഇത് രണ്ടിലും വിശ്വസിക്കൽ ഒരു മുഅ്മിനായ നമുക്ക് അത് ബാധ്യതയാണ്, നിർബന്ധമാണ്. നിങ്ങൾ സിഹർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭീകരമായിട്ട് പേടിപ്പെടുത്തുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇതിനുള്ള പരിഹാരങ്ങളാണ് ഓരോരോ മജ്‌ലിസുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. നമ്മൾ പറയുന്ന അമലുകൾ ചെയ്ത് എത്രയോ ആളുകൾക്ക് നിർഗതി കിട്ടിയവർ, സമാധാനം കിട്ടിയവർ, സംരക്ഷണം കിട്ടിയവർ, ഇതിൽ നിന്നൊക്കെ വലിയ കവചം തീർത്തവർ. നിലനിർത്തി കൊടുക്കണം റബ്ബേ, അതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹുവേ, ഈ ഒരു സമാധാനം അവർക്ക് മരണം വരെ നിലനിർത്തണം അല്ലാഹ്. ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ നീ കൊടുക്കല്ല റബ്ബേ എന്ന പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. വിഷയങ്ങൾക്ക് മനസ്സിലായല്ലോ. വിഷയം നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് ആരാണോ സിഹർ ചെയ്യുന്നത് അവരെ നിർത്തിക്കിട്ടണം. അവരിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവരെ നിർത്തിക്കിട്ടണം. അതാണ് ഇന്നത്തെ ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ്. അതിൻ്റെ അമല് പറഞ്ഞുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്. അള്ളാഹു കബൂലാക്കട്ടെ. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് നമ്മുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ, സിഹർ സംബന്ധമായ പ്രയാസത്തിൽ ധാരാളം വർഷങ്ങളായി ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ ബുദ്ധിമുട്ടാണ്. തങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടത്? ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിൽ കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് നമ്മൾ വീട്ടിലുണ്ടാവുക. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ച് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അല്ലാഹുവേ നീ തീർത്തു ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഈ സയ്യിദിയ മജ്‌ലിസിന്
ഹൃദയത്തോട് ചേർത്ത് ഇഷ്ടം വെക്കുന്നവർ, ഓരോരോ അമല് പറയുമ്പോൾ അത് കാത്തിരുന്ന് അത് ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. അള്ളാഹു എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ചെടിയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഈ ചെടിയുടെ അമല്, അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രൂപമാണ് പറയുന്നത്. ഒറ്റ ദിവസം ചെയ്താൽ മതി. 2 ദിവസം ആരും ചെയ്യാൻ നിൽക്കരുത്, 3 ദിവസം ആരും ചെയ്യാൻ നിൽക്കരുത്. ഒറ്റ പ്രാവശ്യം ഈ അമല് ചെയ്യാൻ പാടുള്ളൂ. ഈ അമലിന് അത്ര നിബന്ധന ഉണ്ട്. വീണ്ടും വീണ്ടും ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. ഈ ഒരു ചെടി സ്ക്രീനിൽ കൊടുക്കുന്ന ഈ പേരടിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സുലഭമായി നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഒരു ചെടി ചൂരൽ ചെടി എന്നൊക്കെ പറയും അല്ലേ, മുൾച്ചെടി, ചൂരൽ ചെടി എന്നൊക്കെ പറയും. ഈ ചെടി അത് പച്ച കിട്ടുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലോ നിങ്ങളെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഉണക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്നത് അത് ഉണങ്ങിയായിരിക്കും. അതെന്ത് ചെയ്യുക, ആ ചെടി എന്ത് ചെയ്യുക, പൊടിക്കുക. മിക്സിയിലിട്ട് ഉപ്പ് ചേർത്ത് അത് പൊടിക്കുക. കല്ലുപ്പ് അല്ലെങ്കിൽ സാധാ ഉപ്പ് ചേർത്തിട്ടൊന്ന് പൊടിക്കുക. പൊടിച്ച് നല്ല പരുവത്തിലായി നല്ല മിക്സ് ആയതിന് ശേഷം ഒറ്റ സമയത്ത്, ഏത് സമയം ചെയ്യാൻ നിങ്ങൾക്ക്, ഒന്നൊക്കെ സുബഹിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, ഈ 2 സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു കവറിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പറയുന്ന സൂറത്തുകൾ, ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഓതി ചൊല്ലി മന്ത്രിക്കുക. ഏതാണ് നിങ്ങൾ ഓതേണ്ടത്? സൂറത്തുൽ സൽസല 3 പ്രാവശ്യം ഇതിലേക്ക് ഓതുക. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സൽസല 3 പ്രാവശ്യം ഓതുക. ഇതിൽ 6ാമത്തെ ആയത്ത് യൗമഇദി യസ്തുറുന്നാസു അശ്താത്തൻ ലിയറൗ അഅമാലഹും, അതിലുള്ള അശ്താത്തൻ എന്നുള്ളത് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും 33 പ്രാവശ്യം ആവർത്തിക്കുക. അശ്താത്തൻ 33 പ്രാവശ്യം ആവർത്തിക്കുക. എന്നിട്ട് ഇത് പരിപൂർണമായി ഓതുക. അങ്ങനെ 1ാമത്തെ പ്രാവശ്യം കഴിഞ്ഞു. 2ാമത്തെ പ്രാവശ്യം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് ഓതി 6ാമത്തെ ആയത്ത് യൗമഇദി യസ്തുറുന്നാസു അശ്താത്തൻ എന്ന ഭാഗത്തുമ്പോൾ അശ്താത്തൻ എന്ന് 33 പ്രാവശ്യം ആവർത്തിച്ച് ഇത് പരിപൂർണമാക്കുക. മൂന്നാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെ. എന്നിട്ട് ഈ പൊടിയിലേക്ക്, നമ്മൾ പൊടിച്ചു വെച്ച ഇതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കാം 3 പ്രാവശ്യം. പിന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു കാര്യം ഏതാണ് നിങ്ങൾ ഓതേണ്ടത്? യതുഹൽ അർവാഹുൽ മർസൂലു ലനാ ഫീ സിഹ്രി ലനൽ മഅമൂലി ലനാ ഇദ്ഹബൂ മിൻ മകാനികും ഹാദാ വമിൻ സാഅതികും ആദിഹി ഇലാ മിൻ അമില ലനൽ സിഹ്റ വദമ്മിറൂ ബിദൂനി അൻ തുസീബൂനി വലാ അഹദിൻ മിൻ ആഇലതിഹി അഖ്സംതു അലൈക്കും ബിസ്മില്ലദീ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദുൽ ഫർദുസ് സമദുൽ ഖാഹിറു ഫീ ഹുക്മിഹി അൻ തദ്ഹബൂ ഇലാ മൻ അർസലക്കും ബിഹഖില്ലാഹിൽ അലീമി ത്വാഅഹു ലില്ലാഹ് വദമ്മിറൂഹു വഇല്ലാ യുർസലു അലൈക്കും ശുവാലു മിൻ നാരി വനുഹാസു ഫലാ തൻതസിറാൻ. ഇത് ഒറ്റ പ്രാവശ്യം ചൊല്ലി ഇതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നീട് സൂറത്തുൽ ബഖറയിലെ 137-ാം ആയത്തിലെ ഈ ഒരു ഭാഗം ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന് 11 പ്രാവശ്യം ഓതി ഈ നമ്മൾ പൊടിച്ചു വെച്ച ഈ പൊടിയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് ഈ പൊടി കൊണ്ട് ഇതൊരു കവറിലാക്കി അല്ലെങ്കിൽ ഒരു പൊതിയിലാക്കി നമ്മളൊന്ന് 3 പ്രാവശ്യം ഒഴിഞ്ഞ്, ആർക്കാണോ സിഗരറ്റ് അവരെ 3 പ്രാവശ്യം ഒഴിഞ്ഞ് നമ്മളെ മുറ്റത്ത് ഇതൊന്ന് വിതരുക. നമ്മൾ താമസിക്കുന്നത് എവിടെ ആയിക്കോട്ടെ അവിടെ വിതരുക. അത് ഫ്ലാറ്റ് ആവാം, അല്ലെങ്കിൽ വാടക വീടാവാം, കോട്ടേഴ്സ് ആവാം. ആ മുറ്റത്ത് ഒന്ന് വിതരുക. ആളുകൾ കടന്നു വരുന്ന ആ ഭാഗത്തൊന്ന് വിതരുക. ഒറ്റ ദിവസം ചെയ്താൽ മതി. ഒറ്റ ദിവസം ചെയ്താൽ നിനക്കാരാണോ സിഹർ ചെയ്യുന്നത്
അവൻ അവിടെ നിർത്തും, അവിടെ സ്റ്റോപ്പാക്കും. അവനിലേക്ക് അത് തിരിച്ചു മടങ്ങും. നിന്നിലേക്ക് ഒരു റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ അവനിലേക്ക് അത് റിട്ടേൺ അടിക്കും. നമ്മൾ അതിനു വേണ്ടി ചെയ്യല്ല ഈ അമല്. അങ്ങനെയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. നമ്മൾ ആർക്കും ഇത് അവരിലേക്ക് എത്തണമെന്ന് നിയ്യത്ത് വെച്ച് ചെയ്യല്ല. പക്ഷെ ഈ അമല് വലിയ എഫക്റ്റുള്ള അമലാണ്. ധാരാളം ആളുകൾക്ക് ചെയ്തവർക്ക് തന്നെ റിസൾട്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ഒന്ന് ചെയ്തു നോക്ക്. വലിയ റിസൾട്ട് ലഭിക്കാൻ കാരണമായ അമലാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് നമ്മുടെ സകലമായ സിഹ്റും അള്ളാഹുവിനെ ബാത്തിലാക്കി നൽകണം. അള്ളാഹു ഞങ്ങൾക്ക് വലിയ ഇബ്താലിയത്ത് നീ നൽകണേ തമ്പുരാൻ. ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഇത് സ്വീകരിക്കുന്നവർ, അള്ളാഹു എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. അള്ളാഹ് വലിയതായ റിസൾട്ട് നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ അമലിനെയും നിങ്ങൾ ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, അൽഹംദുലില്ലാഹ് എന്നൊരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾക്കെല്ലാം ഞാൻ സമ്മതം തരികയാണ്, ഇതിനൊരു ഇജാസത്ത് ഞങ്ങൾക്ക് തരികയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടുന്നവരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മജ്‌ലിസിനോടൊപ്പം ചേരാൻ, ഇങ്ങനെയുള്ള അമലുകൾക്ക് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ, ഇത് കഴിഞ്ഞാലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാ